ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്നൊരു മൂവി കാണാൻ വേണ്ടി ഫോറം മാളിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. ആക്ച്വലി ഇന്നൊരു സ്പെഷ്യൽ ഡേയും കൂടിയാണ്. ഇന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ 12 o'clock ശേഷം. എന്താണെന്ന് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ, എൻ്റെ ബർത്ത്ഡേ. സോ അതിൻ്റെ ഒരു സർപ്രൈസ് പ്ലാനിങ്ങിലും കൂടിയാണ് കേട്ടോ നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത്. നിങ്ങളെപ്പോലെ തന്നെ ആദ്യം എനിക്കൊന്നും അറിയില്ലായിരുന്നു, വീഡിയോയുടെ അവസാനമാണ് ഞാനിത് അറിയുന്നത്. വേറെ ഒന്നുമല്ല, 9 o'clock ആ മൂവി എന്ന് പറഞ്ഞിട്ട് നൈസായിട്ട് എന്നെ ഒന്ന് പറ്റിച്ചു. അതുകൊണ്ട് തന്നെ നമ്മൾ ഫുഡൊന്നും കഴിച്ചില്ല, കാരണം അതിനുള്ളൊരു ടൈമില്ലല്ലോ. പക്ഷേ 2 hours കഴിഞ്ഞിട്ട് ഹസ്ബൻഡിനെ കാണാണ്ടായപ്പോഴാണ് ആളനഗ്നമായി സത്യം വിളിച്ചു പറഞ്ഞത്. നമ്മൾ മൂവി ബുക്ക് ചെയ്തത് ആ ടൈമിലൊന്നും അല്ല എന്നുള്ളത്. പിന്നെ അപ്പം തന്നെ എനിക്ക് മനസ്സിലായി എന്തൊക്കെയോ ഇവിടെ നടക്കുന്നുണ്ട് എന്നുള്ളൊരു ഹിൻറ്റ് ചെറുതായിട്ട് കിട്ടിയായിരുന്നു കേട്ടോ. പിന്നെ ഒന്നും ആലോചിച്ചില്ല, നമ്മൾ നേരെ പഞ്ചാബ് ഗ്രിൽസിൽ പോയിട്ട് ഫുഡ് ഓർഡർ ചെയ്തു കേട്ടോ. ചിക്കൻ കബാബും പൊറാട്ടയും ചിക്കൻ കറിയാണ് ഓർഡർ ചെയ്തത്. ഹസ്ബൻഡിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന കൊളീഗ്സും ഉണ്ടായിരുന്നു കൂടെ കേട്ടോ. കൊളീഗ്സ് എന്ന് മാത്രം പറയാൻ പറ്റില്ല, കാരണം നമ്മൾ അത്രയ്ക്കും കമ്പനിയാണ്, നല്ല ഫ്രണ്ട്സാണ്, ലൈക്ക് ബ്രദേഴ്സ് എന്നൊക്കെ പറയില്ല, അതുപോലെ. സോ നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് മൂവി സ്റ്റാർട്ട് ആകുമ്പോഴേക്കും അവിടെ എത്തണം എന്നുള്ളതായിരുന്നു. അതുപോലെ തന്നെ ടാർഗറ്റ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആക്കിയതേ മൂവി കാണാനായിട്ട് കയറി കേട്ടോ. നമ്മളിന്ന് വന്നിരിക്കുന്നത് എക്കോ മൂവി കാണാനാണ്. നല്ല റിവ്യൂസ് ആയിരുന്നു. നമ്മൾ ഓൾമോസ്റ്റ് ഇപ്പോൾ റിലീസാവുന്ന എല്ലാ മൂവീസും തിയേറ്ററിൽ തന്നെ വന്ന് കാണാറുണ്ട്. നമ്മൾ തിയേറ്ററിൻ്റെ ഉള്ളിലേക്ക് കടന്നു. ഓൾമോസ്റ്റ് തിയേറ്റർ ഫുള്ളാണ്, കാരണം ഒരുപാട് പേരുണ്ടായിരുന്നു കാണാനായിട്ട്. മൂവി എല്ലാം സ്റ്റാർട്ട് ചെയ്ത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. സന്ദീപിൻ്റെ ആക്ടിങ് ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മൾ ചേട്ടത്തിയുടെ വീട്ടിൽ പോയത് പീയൂഷിനെ തപ്പിയാണ്. അങ്ങനെ മൂവിയൊക്കെ കണ്ട് നമ്മൾ വീട്ടിലേക്ക് പോവാണ്. പോകുന്ന വഴിക്ക് ഒരു ടീ ഷോപ്പൊക്കെ കണ്ടു. സോ നമ്മൾ അവിടെ ഇറങ്ങി ചായയൊക്കെ കുടിച്ചിട്ടാണ് വീട്ടിലേക്ക് പോയത്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ ഹസ്ബൻഡ് എനിക്കായിട്ട് ഒരുക്കിയിരിക്കുന്ന ബർത്ത്ഡേ കേക്കും സർപ്രൈസും ഒക്കെ ആയിരുന്നു കേട്ടോ ഇവിടെ. ഇത് ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല, കാരണം ഞാൻ വിചാരിച്ചത് നമ്മൾ മൂവി കാണാൻ പോകുമ്പോൾ കേക്ക് കട്ട് ചെയ്യും എന്നുള്ളൊരു പ്ലാനിങ് ആയിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. പക്ഷേ വീട്ടിൽ ഇതെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടാണ് ആൾ വന്നിരുന്നതെന്ന് ഞാൻ ഒട്ടും അറിഞ്ഞിരുന്നില്ല. ഇങ്ങനൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് കേട്ടോ. ഫ്രണ്ട്സായിട്ട് കേക്ക് കട്ട് ചെയ്യും, ഫുഡ് കഴിക്കാൻ പോകും എന്നല്ലാതെ ഇതുപോലെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല. എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു, കാരണം ഞങ്ങൾ 3 പേരുള്ള ഒരു സ്പേസിലേക്ക് അവൻ്റെ ഫ്രണ്ട്സും കൂടെ വന്നപ്പോൾ കുറച്ചും കൂടെ ഹാപ്പിയായി. ഈ സമയത്തും ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് ചേച്ചീനെയാണ് കേട്ടോ, അമൃത ചേച്ചീനെ. അമൃത ചേച്ചി രാഹുലിൻ്റെ ചേച്ചിയാണ്, എൻ്റെ സിസ്റ്റർ ഇൻ ലോ ആണ്. സോ ആളുണ്ടെങ്കിൽ കുറച്ചും കൂടെ സന്തോഷമായാണ്. ചേച്ചിയും ഹസ്ബൻഡും മൈസൂരാണ്, എന്നാൽ പോലും അവരവിടെ ഇരുന്നിട്ടായ പോലും എനിക്ക് ഈ സർപ്രൈസിലൊരു ഭാഗമായിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഈ പോപ്പർ പൊട്ടിക്കുന്നത് ഭയങ്കര പേടിയാണ്, അതാണ് കേട്ടോ ഞാൻ ഈ ചെവി പൊത്തി പിടിച്ചിരിക്കുന്നത്. സോ ഞാൻ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ ഗൈസ്. അങ്ങനെ ഞാൻ കേക്ക് കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുക്കാണ്. ഫസ്റ്റ് തന്നെ ഞാൻ സർപ്രൈസ് പ്ലാൻ ചെയ്ത ആൾക്കാണ് കേട്ടോ കൊടുത്തത്. എനിക്ക് രാഹുൽ തന്ന ഗിഫ്റ്റാണിത്. മാക്കിൻ്റെ നൈക്കയിൽ നിന്ന് കുറച്ച് മേക്കപ്പ് പ്രോഡക്റ്റ്സ് ഒക്കെയാണ് കേട്ടോ. ബർത്ത്ഡേക്ക് എന്ത് ഗിഫ്റ്റാണ് വേണ്ടതെന്ന് കുറേ നാളെ എന്നോട് ചോദിച്ച് നടക്കുന്നു, പക്ഷേ ഇതായിരിക്കുമെന്ന് ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല കേട്ടോ. പിന്നെ അമ്മ എനിക്ക് ഡ്രസ്സ് വാങ്ങി തന്നു. അതുപോലെ തന്നെ ചേച്ചി എനിക്ക് മൈസൂരിൽ നിന്ന് സ്പെഷ്യലായിട്ട് പാക്ക് ചെയ്തിട്ട് ഒരു ബാങ്കിളും ഡ്രസ്സാണ് കേട്ടോ തന്നത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. ഇനി ഇതെല്ലാം ഞാൻ തന്നെ ക്ലീൻ ചെയ്യണം ഗൈസ്. അപ്പോൾ ഇന്നത്തെ ബർത്ത്ഡേ വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. അത്രയേ ഉള്ളൂ. ബൈ.